വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സുന്ദരിയെക്കുറിച്ചാണ്. ആരാണ് ആ സുന്ദരി? ഞാൻ പറയട്ടെ. നമ്മുടെ കല്യാണ വീട്ടിലെ അതിഥി. ആരാണത്? കല്യാണ വീട്ടിലെ സുന്ദരിക്കുട്ടി. ആരാണത്? മെഹന്തി എന്ന് വിളിക്കുന്ന, ഹെന്ന എന്ന് വിളിപ്പേരുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരം മൈലാഞ്ചിക്കുട്ടി. ആ മൈലാഞ്ചിക്കുട്ടിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് നോക്കാമല്ലോ നമുക്ക്. വാ എൻ്റെ കൂടെ. നമ്മുടെ സുന്ദരി മോള് മൈലാഞ്ചി ഇല്ലെങ്കിൽ എന്തൊരു കല്യാണം അല്ലേ. നമ്മുടെ സുന്ദരിക്കുട്ടിയെ കയ്യിലിട്ടുകൊണ്ട് വരുന്ന ആ മൊഞ്ചത്തിയുടെ സൗന്ദര്യം ഭയങ്കര ഒരു മനോഹരമായ സൗന്ദര്യമല്ലേ ആ കൈകൾക്ക് കിട്ടുന്നത്. ആ മൈലാഞ്ചിയെക്കുറിച്ചാണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ മൈലാഞ്ചി എന്തു ഭംഗി മാത്രമല്ല നമുക്ക് നൽകുന്നത്, നമുക്ക് ആരോഗ്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും എല്ലാം ഉത്തമമായ ഒരു പ്രതിവിധിയാണ് ഈ സുന്ദരിക്കുട്ടി. ആ സുന്ദരിക്കുട്ടിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? വാ എൻ്റെ കൂടെ. മൈലാഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? കുട്ടിക്കാലത്ത് പെരുന്നാളിന് കൈകളിലിട്ട മൈലാഞ്ചിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ? അതല്ലേ നമുക്കൊരു സന്തോഷം. അന്ന് മൈലാഞ്ചി പോയി പറിച്ചെടുത്ത് കയ്യിലിടുന്ന എന്തൊരു സന്തോഷമല്ലേ. അത് പെരുന്നാളിന് മാത്രമേ നമ്മൾ ആ മൈലാഞ്ചി ഇടുകയുള്ളൂ. നല്ല രസമാണ് അത് കാണാൻ. കുഞ്ഞി കൈകളിൽ മൈലാഞ്ചി ഇടുന്ന എന്തൊരു രസമല്ലേ. അതല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മൈലാഞ്ചിയുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഹെന്ന എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിലാണ് നമ്മൾ മൈലാഞ്ചി എന്ന് പറയുന്നത്. ഹിന്ദിയിൽ എന്താണ് അതിന് പറയുന്നത്? മെഹന്തി. ഇപ്പം മെഹന്തി എന്താണ് നമുക്ക് ഹിന്ദിയിലാണെങ്കിലും അത് എന്താണെന്ന് ആരോടും ചോദിക്കണ്ട. മെഹന്തി, കല്യാണത്തിന് നമ്മൾ മെഹന്തി ഇടല്ലേ എന്നൊക്കെ പറയൂലേ. അതുകൊണ്ട് നമുക്ക് മെഹന്തി എന്താണെന്ന് അറിയാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മൈലാഞ്ചി കൊണ്ട് ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. മൈലാഞ്ചി ഒരു ചെടി, ഒരു ഔഷധ സസ്യമാണ്. മാത്രമല്ല സൗന്ദര്യ വർത്തക വസ്തു കൂടിയാണ്. അതുപോലെ തന്നെ അകാല നരയ്ക്കും ഉത്തമമായ പരിഹാരമാണ് ഈ മൈലാഞ്ചിയില. ഈ മൈലാഞ്ചിയില തലയിൽ തേക്കുന്ന എണ്ണ കാച്ചി തലയിൽ തേക്കുമ്പോൾ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മൈലാഞ്ചി നമ്മുടെ മുടി വിണ്ടുകീറലിനെ തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ താരൻ പോലുള്ള നമ്മുടെ തലയിലുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഇലയാണ് മൈലാഞ്ചി ഇല. അതുപോലെ തന്നെ ചൂടുള്ള സമയത്ത് നമ്മുടെ ദേഹം തണുപ്പായിട്ടിരിക്കാൻ വേണ്ടി മൈലാഞ്ചി ഇട്ട തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ ചൂട് ശമിക്കുന്നതാണ്. വളരെ നല്ലതാണ്. ഈ ചൂടുകുരു ഒക്കെ വരുന്നവർക്ക് ഇത് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. അതെന്താണ്? കുഴിനഖമുണ്ടാകുന്ന സമയത്ത് മൈലാഞ്ചിയും മഞ്ഞളും അരച്ച് കുഴിനഖത്തിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉള്ള സമയത്ത് ഈ മൈലാഞ്ചി ഇല അരച്ച് തലയിൽ തേക്കുന്നത് വളരെ നല്ല എഫക്റ്റീവാണ്. കാരണം ഇത് തലയോട്ടിയെ തണുപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. ടെൻഷൻ ഫ്രീ ആയി നമുക്ക് ഈ മൈലാഞ്ചി തേച്ചാൽ ലഭിക്കുന്നതാണ്. അത് ഉത്തമമായ ഒരു പരിഹാരമാണ്. ടെൻഷൻ നമ്മളുടെ കുറയ്ക്കുന്നതാണ് ഈ മൈലാഞ്ചി ഇല. നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഉറക്കക്കുറവ് അനുഭവപ്പെടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ മൈലാഞ്ചി ഇല അരച്ച് തല തേക്കുമ്പോൾ നമുക്ക് നല്ല കൂളിംഗ് ഉണ്ടാകും. മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു
നമ്മുടെ ദേഷ്യങ്ങൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ജോലിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക്, പഠിക്കുന്ന കുട്ടികൾക്കും ഇത് മൈലാഞ്ചി ഇല എണ്ണ കാച്ചി തലയിൽ വെക്കുകയോ അല്ലെങ്കിൽ മൈലാഞ്ചി ഇല അരച്ച് തലയിൽ തേക്കുകയോ ചെയ്താൽ നമ്മൾ ടെൻഷൻ ഫ്രീ കൺട്രോൾ ആകുന്നതാണ്. അതുപോലെ തന്നെ കൈവേദന, കാലുവേദന ഉണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്ത് മൈലാഞ്ചി ഇല തിളപ്പിച്ച വെള്ളം വെച്ച് ചൂട് പിടിച്ചാൽ ഉത്തമമായ ഒരു പരിഹാരമായിരിക്കും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ മൈലാഞ്ചി ഇല അരച്ച് തലവേദനയുള്ള വ്യക്തികൾ മൈലാഞ്ചി ഇല അരച്ച് അതിൻ്റെ നീര് നെറ്റിയിൽ തേക്കുന്നത് തലവേദന ശമിക്കുന്നതാണ്. തലയിൽ താരം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നല്ലൊരു സൊല്യൂഷൻ കൂടിയാണ് ഈ മൈലാഞ്ചി ഇല. വീക്കിലി 2 പ്രാവശ്യം ഈ മൈലാഞ്ചി ഇല തലയിൽ തേച്ച് കുളിച്ചാൽ താരന് 90% മാറിക്കിട്ടും. ഇത്രയും നല്ലൊരു ഇല നമ്മൾ ഒരു സൗന്ദര്യവർദ്ധകയായിട്ടെന്ന് പറഞ്ഞല്ലേ മൈലാഞ്ചിയെ കരുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന് ഇതുപോലുള്ള ഗുണങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഉപ്പൂറ്റി വിണ്ടുകീറൽ, അതിന് ഉത്തമ പരിഹാരമാണ് ഈ മൈലാഞ്ചി ഇല. ഈ മൈലാഞ്ചി ഇല അരച്ച് ഉപ്പൂറ്റി വിണ്ടുകീറുന്നിടത്ത് ഇട്ടാൽ അതിന് നല്ലൊരു ഉത്തമ പരിഹാരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? എൻ്റെ മൈലാഞ്ചിക്കുട്ടിയുടെ വിവരണങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പ്ലീസ്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ കൂട്ടണം കേട്ടോ. ഞാൻ ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.